ഇന്നലെ രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച കേരളത്തിൽ നിന്നുള്ള CPM MP ജോൺ ബ്രിട്ടാസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലുള്ള വാക്പോരാട്ടമായിരുന്നു. ആദ്യം സംസാരിച്ചത് ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു വന്നത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്തെമ്പാടും നടക്കുന്ന അതിക്രമങ്ങൾ സംസാരിച്ചു കൊണ്ടുവന്ന് ഒരു മധ്യഭാഗത്തെത്തിയപ്പോൾ എമ്പുരാനും സൂചിപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ജനങ്ങൾക്ക്, കേരളീയർക്ക്, മലയാളികൾക്ക് ചെറിയൊരു തെറ്റുപറ്റിയത് നിയമത്തെ കൊണ്ട് പൂട്ടിച്ചതുപോലെ ഞങ്ങൾ തൃശ്ശൂരും പൂട്ടിക്കും എന്നൊക്കെ സൂചിപ്പിച്ചെങ്കിൽ കൂടിയും സുരേഷ് ഗോപിയുടെ പേരെവിടെയും പരാമർശിച്ചതേയില്ല ബ്രിട്ടാസ്. പക്ഷേ കേൾക്കുന്നവർക്കറിയാമായിരുന്നു ഉദ്ദേശിച്ച അത്രയും സുരേഷ് ഗോപിയാണെന്ന്. അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാവുന്നു. സുരേഷ് ഗോപി മറുപടി പറയുന്നു. സുരേഷ് ഗോപി ഈ TP51 വെട്ട് എന്ന സിനിമയും ഒപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ദുർബലമായ മറുപടിയാണ് അദ്ദേഹം നിരത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച ഇന്നും കണ്ടിരുന്നു. ഇന്ന് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ജബൽപൂരിലെ വൈദികരെ ആക്രമിച്ച സംഭവം ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ സുരേഷ് ഗോപിക്ക് പൊളിറ്റിക്കലി മറുപടി പറയാൻ കഴിയാതെ ദുർബലമായൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടോ എന്നതുകൂടി സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അജിംസ്, എന്താ പറയുക, ഒരു സിനിമ സ്റ്റൈൽ അംഗവിക്ഷേപവും ഒരു ബോഡി ലാംഗ്വേജൊക്കെ കൊണ്ടതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലി മറുപടി പറയാനുള്ള ഒരു കരുത്ത് സുരേഷ് ഗോപിക്കില്ല എന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്ത് അദ്ദേഹം സിനിമാക്കാരനാണ്. ദയാലുവായ സിനിമാക്കാരൻ, നിഷ്പക്ഷനായ സിനിമാക്കാരൻ എന്നുള്ള ലേബലിലാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിലെ ആളുകൾ വോട്ട് ചെയ്തത്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഇതുവരെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയം പറയാറുമില്ല. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം, MP ആയതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയക്കാരനാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ഉദാഹരണം തന്നെ എടുക്കുക. ഇന്നലെ ജോൺ ബ്രിട്ടാസ് അത്യുജ്വലമായൊരു പ്രഭാഷണമാണ് നടത്തിയത്. വഖഫ് ബില്ലിനെ മുൻനിർത്തി എമ്പുരാൻ സിനിമയിലൂടെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്യുകയാണ് സഭയിൽ ചെയ്തത്. വളരെ മനോഹരമായ പ്രസംഗമായിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഒരു അക്കൗണ്ട് നിയമത്തുണ്ടായിരുന്നു, ഞങ്ങളത് പൂട്ടിച്ചു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളതും പൂട്ടിക്കും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കൊണ്ടത് അതാണെന്ന് തോന്നുന്നു. എമ്പുരാൻ സിനിമയിൽ മുന്ന എന്നൊരു കഥാപാത്രമുണ്ട്. അങ്ങനെയുള്ള മുന്നമാർ പലരും ഇവിടെ ഇരിപ്പുണ്ട് എന്ന് അദ്ദേഹം ഈ ട്രഷറി ബെഞ്ചിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ പലരുമുണ്ട് ആ മുന്നമാർ. അതായത് പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കർ എന്ന് തോന്നുന്ന, പ്രത്യക്ഷത്തിൽ ലോയൽ എന്ന് തോന്നുന്ന, നിഷ്പക്ഷർ എന്ന് തോന്നുന്ന, പ്രത്യക്ഷത്തിൽ നിഷ്പക്ഷത നടിക്കുന്ന, ഞാൻ സംഖ്യയല്ല എന്ന് പറയുന്ന, ഞാനൊരു സംഖ്യയല്ല. ഇത് സുരേഷ് ഗോപി പറഞ്ഞ വാക്കാണ്. സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സംഖ്യയല്ല എന്ന്. ഞാൻ സംഖ്യയല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന, എന്നാൽ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാവാറുള്ള ചിലർ നിർണായക സമയങ്ങളിൽ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് ചാടി ചവിട്ടിയേക്കും എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നതിനർത്ഥം. അവരുടെ സംഗീതം പ്രത്യക്ഷത്തിൽ വരിക, നമ്മളെ ഒരു ശത്രു ആക്രമിക്കുമ്പോൾ അവർ ആ ശത്രുവിനെ വിളിച്ചു വരുത്തി നമ്മളെ കാണിച്ചു കൊടുക്കും. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തള്ളിയിടും. ആ ശത്രുവിനെ ആക്രമിക്കാൻ തക്ക വിധം നമുക്ക് കെണിയൊരുക്കും ഇത്തരം മുന്നമാർ എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനർത്ഥം. അത് പറയുമ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് പ്രകോപിതനായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, അദ്ദേഹത്തെ റെഫർ ചെയ്തല്ല പറഞ്ഞത് എന്ന് മാത്രമല്ല, ഈ ഒരു സീറ്റ് ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറയുമ്പോൾ പോലും സുരേഷ് ഗോപി എന്നൊരു വാക്ക് ജോൺ ബ്രിട്ടാസ് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്യാതെ പിന്നെ എന്തിനാണ് അദ്ദേഹം പ്രകോപിതനായതെന്ന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഉന്നയിക്കുന്നതാണ്, എന്നെ മെൻഷൻ ചെയ്തു, എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് സ്പീക്കർ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ആ സംസാരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്തോ വയ്യായികയുണ്ട് എന്നാണ്. എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്തോ വയ്യ എന്ന് തോന്നിപ്പോയി. കാരണം അത്രമാത്രം കൺട്രോൾ വിട്ടിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു MP ആണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്. എന്നിരിക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? TP ചന്ദ്രശേഖരനെ കുറിച്ചുള്ള സിനിമ എന്താണ്? TP51 വെട്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അത് റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലുണ്ടല്ലോ, കൈരളി ചാനൽ, അതിനൊരു ചെയർമാനുണ്ടല്ലോ, അപ്പോഴാണ് പുള്ളി കത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സഹപ്രവർത്തകനായ മമ്മൂട്ടിയെക്കുറിച്ചാണ്. ഹീസ് എ നോബിൾ സോൾ. പെട്ടെന്ന് അദ്ദേഹം മനസ്സിലായി ഞാൻ മമ്മൂട്ടിയെ പറ്റി പറയാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് അത് തിരുത്തി നോബിൾ സോൾ. പക്ഷേ അദ്ദേഹം എന്താണ്, മമ്മൂട്ടിക്ക് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചു വരുന്നത്. അത് തിരുത്തിയില്ല അദ്ദേഹം.
അതായത് കൈരളി ചാനലിൽ ഈ TP 51 വെട്ടും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് കൈരളി ചാനൽ ചെയർമാനായ മമ്മൂട്ടിയോടും ജോൺ ബ്രിട്ടാസിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നിയത് അദ്ദേഹം വളരെ പെട്ടെന്ന്, മുമ്പേ അങ്ങനെയാണ്, അദ്ദേഹം വളരെ സ്പോണ്ടേനിയസായി ഇമോഷണലായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു തലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മമ്മൂട്ടിയെ പരാമർശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്ന് വരെ പറഞ്ഞ് അദ്ദേഹം നിർത്തി. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ്, കൈരളി ചാനലുകാരൻ ജബൽപൂർ അറ്റാക്കിനെ പറ്റി ചോദിക്കുകയാണ്. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. പിന്നെ ആർക്കാണ് ഇത് അവകാശം? പിന്നെ ആരാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്? അദ്ദേഹം ഒരു സുരേഷ് ഗോപി എന്നൊരു ആക്ടറാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒന്നും വേണ്ട, അദ്ദേഹം ഒരു BJP മെമ്പറാണ്, നേതാവാണെങ്കിൽ അദ്ദേഹത്തോട് ആരും ചോദിക്കില്ല. അദ്ദേഹം ഒരു ലോക്സഭാ MP ആണ്, കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, ജനങ്ങളാണ് ആ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ള സാമാന്യ ബോധം പോലുമില്ലാതെ അദ്ദേഹം ക്ഷുഭിതനാവുകയും എന്തൊക്കെയോ അസഭ്യം എന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒരക്ഷരം മാറ്റി പറയേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞു. ഏതാക്ഷരം മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ അസഭ്യം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, അദ്ദേഹത്തെ വികാരങ്ങളെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന് വൈയായികയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ അദ്ദേഹത്തോട് കുറച്ച് എമ്പതി കാണിക്കണം, സഹാനുഭൂതി കാണിക്കണം എന്നാണ്. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ്, അദ്ദേഹത്തോട് എമ്പതി കാണിക്കുന്നതാണ് ഈ പറഞ്ഞതൊന്നും തന്നെയാണ്. പക്ഷേ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഈ എപ്പിസോഡ്സ് എല്ലാം ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനല്ല, ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല, ഒരു സിനിമാ താരമാണ്. എന്ന് മാത്രമല്ല സോഷ്യൽ കോസിലൊക്കെ ഇടപെടുന്ന സാമൂഹിക ബോധമുള്ള ഒരാളാണ് എന്നൊരു ധാരണയിലാണല്ലോ അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വോട്ട് ചെയ്ത ആളുകൾക്ക് അദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അദ്ദേഹം കൊടുക്കണമല്ലോ. അതർവൈസ് ഇപ്പോൾ സഭയിലെ അദ്ദേഹത്തിൻ്റെ, ലോക്സഭയിലെയോ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്താൻ ഉള്ള അവസരങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായതൊരു കാര്യം, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ വയനാട് മുണ്ടക്കൈ പുനരധിവാസത്തെക്കുറിച്ച് DMK MP കനിമൊഴി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കഥകളി കാണിച്ചതാണ് തൃശ്ശൂർക്കാർക്ക് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള ഒരു ഫീഡ്ബാക്ക്. മറ്റൊന്ന് ഇന്നലെ ഉണ്ടായതാണ്. അതായത് അതെന്നെ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ്, എമ്പുരാനിലെ മുന്നേ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറയുന്ന പോലെയല്ല ആ അംഗവിക്ഷേപങ്ങളും അദ്ദേഹത്തിൻ്റെ വികാരപ്രകടനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർക്കാർ വിലയിരുത്തട്ടെ അദ്ദേഹത്തിൻ്റെ അവരുടെ MP യെ, അദ്ദേഹത്തെ തൃശ്ശൂരിലെ വോട്ടർമാർ വിലയിരുത്തട്ടെ, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തുമുള്ള പ്രകടനം എന്നേ പറയാനുള്ളത് നല്ലതാണ്. മറ്റൊന്നും വിലയിരുത്തപ്പെടാൻ മറ്റൊന്നും ഇതുവരെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുമില്ല. മുണ്ടക്കൈ പുനരധിവാസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ സംസാരിക്കേണ്ട രണ്ട് മന്ത്രിമാർ, ജോർജ് കുര്യനും അതുപോലെ സുരേഷ് ഗോപിയും, അവർക്ക് ചെയ്യാൻ കഴിയുമല്ലോ. ആ പുനരധിവാസത്തിനുള്ള തുക കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. ജോർജ് കുര്യൻ എന്ന് പറയുന്ന താരതമ്യേന മാന്യനായ ഒരു BJP നേതാവാണ്. അദ്ദേഹം മാന്യനാണ്, അദ്ദേഹം മാന്യത വിട്ട് സംസാരിക്കാറില്ല. ഇന്നലെ ഹൈബീഡൻ സംസാരിച്ചിരുന്നപ്പോൾ, ഹൈബീഡൻ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായി. ഇതുപോലെ തന്നെ സുരേഷ് ഗോപി പറയുന്ന പോലെ എഴുന്നേറ്റ് എന്നൊരു കാര്യം പറഞ്ഞു. പാലാ ബിഷപ്പിൻ്റെ PFI പ്രവർത്തകർ പാലാ ബിഷപ്പ് ഹൗസ് ആക്രമിച്ചപ്പോൾ അവർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും പാലാ ബിഷപ്പ് എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് വാദിച്ച പ്രതിപക്ഷ നേതാവ് ഇവരുടെ പാർട്ടിക്കാരാണ്, ഹൈബീഡൻ്റെ പാർട്ടിക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാലാ ബിഷപ്പ് ഹൗസ് എപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്? അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായോ? അതിൽ സംസ്ഥാന സർക്കാർ കേസെടുക്കാതിരുന്നോ? പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു? തെറ്റായ ഒരു പ്രചാരണം, സാമൂഹിക കലാപത്തിന് കാരണമായേക്കാവുന്ന, സാമൂഹിക സ്പർദ്ധയ്ക്ക് കാരണമായേക്കാവുന്ന, സമൂഹത്തിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന, പോളറൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു ബിഷപ്പ് പറഞ്ഞു. അതിന് കേസെടുക്കണമെന്നാണ്. അത് വിദ്വേഷ പ്രസംഗമാണ്. ആ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഇനി പാലാ ബിഷപ്പ് ഇനി ആവർത്തിച്ചാൽ ഇനിയും അത്തരം ആവശ്യങ്ങൾ വരും. എന്താണ് സംശയം? PC ജോർജിനെതിരെ കേസെടുത്തെങ്കിൽ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്നതിന് എന്താ കുഴപ്പം? തെറ്റാര് ചെയ്താലും, അത് ഇന്ത്യൻ പ്രസിഡന്റ് ചെയ്താലും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്താലും, പാലാ ബിഷപ്പ് ചെയ്താലും, PC ജോർജ് ചെയ്താലും ഇന്ത്യൻ നിയമപ്രകാരം അതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തോ തെറ്റാണ് എന്നാണ് ജോർജ് കുര്യൻ ചാനൽ ചർച്ചകളിൽ പറയുന്ന പോലെ പാർലമെന്റിൽ ഇന്നലെ പറഞ്ഞത്. കോടതിയാണ് കേസെടുക്കാൻ പറഞ്ഞത്, മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കണമെന്ന് പറഞ്ഞത്, PC ജോർജിനെതിരെ അല്ല, ഈ ബിഷപ്പിനെതിരെ. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിലെ ശീലം ജോർജ് കുര്യൻ പാർലമെന്റിലും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. താരതമ്യേന അദ്ദേഹം അങ്ങനെ പെരുമാറാറില്ല. പക്ഷെ അദ്ദേഹവും സുരേഷ് ഗോപിക്ക് പഠിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാവും സൗരഭ്യം.
നിഷാദ്, ബ്രിട്ടാസിൻ്റെ വിജയം രണ്ട് തലത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന്, സഭയ്ക്കകത്ത് BJP എക്സ്പോസ് ചെയ്യാനുമായി ഈ സുരേഷ് ഗോപി, ആക്ച്വലി ഹൂ ഈ സുരേഷ് ഗോപി എന്നുള്ള കാര്യം അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. അദ്ദേഹം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ആദ്യത്തെ ബജറ്റ് വരുന്നതിന് മുമ്പ് അദ്ദേഹം എയിംസിനെ കുറിച്ച് ഒച്ച വയ്ക്കാൻ നമ്മൾ കേട്ടാണ്. പക്ഷേ ബജറ്റ് വന്നപ്പോൾ നമുക്ക് എയിംസ് ഒന്നും കിട്ടിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിൻ്റെ കേരളത്തിനുള്ള സഹായം എവിടെയും ചോദിക്കുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ പുച്ഛം ഭാവം കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്കകത്തൊന്നും കേന്ദ്ര സർക്കാരിനെ കൊണ്ടുവരും. ഇപ്പോൾ ആശമാരുടെ പ്രശ്നം താൻ പരിഹരിച്ചു എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ പരിഹരിച്ചതിൻ്റെ പേപ്പറുമായിട്ട് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പരിസരത്തേക്ക് പിന്നെ വരത്തില്ല നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ശരിക്കും കേരളത്തിന് എന്തെങ്കിലും ഒരു ശരിയാവണ്ണമുള്ള സഹായം എത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ കേന്ദ്ര സർക്കാരുമായി ഉണ്ടോ തന്നെ അറിയില്ല. സോ അതുകൊണ്ട് അത് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ് എന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീരവാദങ്ങൾ, ഡയലോഗുകൾ, അതിൻ്റെയൊക്കെ ഒരുതരം വ്യർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥശൂന്യത അത് ആളുകൾക്ക് പിടിയിട്ട് കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ബ്രിട്ടാസിനെ കുറിച്ച് പ്രത്യേകം പറയാൻ തോന്നുന്നു. ബ്രിട്ടാസ് MP ആയി തീരുമാനിക്കപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടാസിനെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആളുകൾ ഉന്നയിച്ചു. അദ്ദേഹം ഒരു പ്രത്യേകമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് MP ആയി പോവുകയാണ്. പിണറായി വിജയൻ്റെ ഒരു ആശ്രിതനായി നിന്നുകൊണ്ട് കിട്ടിയ ആനുകൂല്യമാണ്, ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയാണോ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വേദികയിലേക്ക് അയക്കേണ്ടത് പോലുള്ള വിമർശനം പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്തുനിന്ന് പോലും അത്ര വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്തെ ബ്രിട്ടാസിൻ്റെ പാർലമെൻറ്റ് പെർഫോമൻസ് നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ശബ്ദം, ഈ കേരളം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം പ്രതിഫലിപ്പിക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം മനോഹരമായി പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ഘട്ടത്തിലും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ഘട്ടത്തിലും ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ പ്രതിനിധികൾക്കും സഭയിലുണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഈ കൊണ്ടാടുന്ന രാമൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ മനുഷ്യരുടെ രാമനല്ല എന്ന്, അത് ഹിന്ദുത്വത്തിൻ്റെ, നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ രാമനാണ് എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഭയം ഉണ്ടായില്ല എന്നത് പ്രത്യേകം കാണണം. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് വഖഫ് ബില്ലിൻ്റെ പേരിൽ മതങ്ങളെ വിഭജിക്കാനുള്ള പരിപാടിയാണ്, ഞങ്ങൾ അതിനെതിരാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് മടി കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ എൻ്റെ മുന്നിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു കലാപ സമയത്ത് നിങ്ങൾ അക്രമത്തിന് തയ്യാറായിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, നിഷ്പക്ഷതയും നിഷ്കളങ്കതയും നടിക്കുന്ന ആളുകളാണ് ഈ ഭരണപക്ഷ ബെഞ്ചിൽ, BJPയുടെ ബെഞ്ചിലിരിക്കുന്ന പലരും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതിന് നോക്കൂ, ഒരു സിനിമയിലെ അക്രമകാരിയായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം നേരിട്ട് റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ മുന്നിരിക്കുന്ന BJPക്കാരിൽ പലരും അതാണെന്ന് പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും ഗ്രഹാം സ്റ്റെയിനെക്കുറിച്ചും മണിപ്പൂരിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പേര് ജോൺ ബ്രിട്ടാസ് ആണെന്ന്, എൻ്റെ മതസ്വത്വം അങ്ങനെ പരിശോധിച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ മത പേരുള്ള ആളാണ് എന്നത് അദ്ദേഹത്തെ, കേരളത്തിൽ നിന്ന് പോയ മറ്റ് പല MP-മാരെയും പോലെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല അത് പറയാൻ. അദ്ദേഹം ഉറക്കെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരല്ലേ, നിങ്ങൾ ജബൽപൂരിൽ ആക്രമണം നടത്തിയവരല്ലേ, നിങ്ങൾ ക്രിസ്ത്യൻ സ്നേഹം പറയണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മതസ്വത്വമോ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇന്നലെ അദ്ദേഹം പർപ്പസ്ഫുള്ളിയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ മഹത്തായ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരികയാണെന്ന് വിചാരിക്കുന്ന കുറേ നിഷ്കളങ്കരുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവാനും അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രഭാഷണം അവസാനിപ്പിച്ച് മലയാളത്തിൽ പറയുന്നത്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല. അപ്പോൾ അതിനോട് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് ഒഫൻഡ് ആവുന്നു, അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. കാരണം ഒരു മുന്നമാരിവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നമാരെന്ന് ഉദ്ദേശിക്കുന്ന നേരത്തെ അജിംസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ നിഷ്പക്ഷത നടിക്കുന്ന മനുഷ്യർ ഒരു കലാപഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, ഗുജറാത്ത് കലാപത്തിൻ്റെ കഥ നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിരുന്നവർ, ഞങ്ങൾക്ക് അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ആളാണ്, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തത് എന്ന് ഗുജറാത്ത് കലാപ സമയത്ത് നിന്ന് അതിജീവിച്ച മനുഷ്യർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ ഒരു കാലത്തും ഞങ്ങളെ ആക്രമിക്കാൻ വരില്ല, എൻ്റെ മകൾ അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ മനുഷ്യർ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൈവച്ചു, ഞങ്ങളുടെ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവച്ചു, ഞങ്ങളാ തകർന്നുപോയി എന്ന് രേഖപ്പെടുത്തിയ മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സമ്പൂർണ്ണരായ മനുഷ്യർ അവരല്ല ഈ പറയുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന നിരന്തരമായ വിഷം കുടിച്ച് ഏത് സമയത്തും ഒരു കലാപം ഉണ്ടായാൽ ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിങ്ങളുടെ വീട് കൊള്ളയടിക്കാം, സ്വത്തെടുക്കാം, അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ സത്യത്തിലുണ്ട് ഇന്ത്യയിൽ. അത് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽപ്പെട്ട അതിൻ്റെ മാനസികാവസ്ഥയുള്ള മനുഷ്യർ അപ്പുറത്തിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് ദേഷ്യം വരും. കാരണം എന്താണ്, അതിനൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പോയി കൊരട്ടി പള്ളിയിൽ പോയിട്ട് എന്തോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയോ എസ്കേപ്പ് ചെയ്യുകയോ ചോദിച്ചയാളെ ആക്രമിക്കുകയോ ചെയ്യുകയാണ്. അതിലെവിടെയാണ് ക്രിസ്ത്യൻ സ്നേഹം? അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ദിവസമോ ഇന്നലെയോ ക്രിസ്ത്യൻ മതം മാത്രമല്ല, ജബൽപൂരിൽ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ മറ്റാരെല്ലാം ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല.
അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വെച്ചാൽ എന്താണ്, ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ട് തിരിച്ചു കിട്ടിയ അദ്ദേഹം ഒരു വ്യാജം കല്ല് വെച്ച നുണ പറയാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവസാനം പറയുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടികളുണ്ടാവും. എന്ത് നടപടി? പോലീസ് നോക്കി നിൽക്കേ. നടപടി എടുക്കേണ്ട ആരാണ്? ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ തടയേണ്ട നടപടി ആരാണ് എടുക്കേണ്ടത്? ഗുജറാത്തിൽ പോലീസ് നോക്കി നിൽക്കായിരുന്നു, നമുക്കറിയാം. ഇവിടെ ജബൽപൂരിൽ മലയാളി വൈദികരടക്കം ആക്രമിക്കപ്പെട്ട സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയാണ്. നടപടി ഉണ്ടാകും അത്രേ. മണിപ്പൂരിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം. വർഷം എത്ര കഴിഞ്ഞു? മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? നരേന്ദ്രമോദി അവിടെ പോയിട്ടുണ്ടോ? അവിടുത്തെ ആണുങ്ങൾ ആരായിരുന്നു? അവിടുത്തെ ആണുങ്ങളായിരുന്ന ബീരൻ സിംഗിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ആ പ്രശ്നം അവരാരാ അവിടുത്തെ ആണുങ്ങൾ? അപ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി ഇന്ത്യൻ ക്രിസ്ത്യാനികൾ മതവിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളോട് ഒരു അനുഭാവവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് വേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്സിൽ ക്രിസ്ത്യാനികളെ വഞ്ചനാപരമായി, എന്ന് വെച്ചാൽ ഒരു കള്ളം പറഞ്ഞ് ഒപ്പം നിർത്തി അവരുടെ വോട്ട് നേടുക എന്ന് മാത്രം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളോട് ശരിയായ സ്നേഹം ഉണ്ട് പറയണം. ജബൽപൂരിൽ ഹിന്ദുത്വ വർഗീയവാദ സംഘം കാണിച്ചത്, അല്ലെങ്കിൽ അവിടെ ബജ്രംഗദൾ കാണിച്ചത്, ഹിന്ദുത്വ ഫ്രിഞ്ച് എലമെന്റുകൾ കാണിക്കുന്നത് പിന്തുണയ്ക്കാൻ കഴിയാത്ത കാര്യമാണ്. കർശനമായ നടപടി അവർക്കെതിരെ ഉണ്ടാവണം. ഈ കാര്യം ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയണ്ടേ? അപ്പോൾ അതാണ്. അപ്പോൾ അവർ ആക്രമിക്കപ്പെടുന്ന സമയത്ത്, മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോഴെല്ലാം മൗനം പാലിക്കുന്ന ഒരാൾ, കരോൾ സംഘം ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്ന ഒരാൾ, അതിൽ ചോദിക്കും തട്ടിക്കയറുന്ന ഒരാൾ, അയാളെ മുന്ന എന്നല്ലാതെ പിന്നെ ഈ ദിവസം, ഈ ആഴ്ച നമ്മൾ വേറെ ഏത് പേരുകൊണ്ട് വിളിക്കും? അതല്ലേ ജോൺ ബ്രിട്ടാസ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത് സ്വാഭാവികമാണ്. അതിനെതിരെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ 51 വെട്ട് പ്രസിദ്ധീകരിക്കാൻ, റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കണം. ആരാണ് റിലീസ് ചെയ്യേണ്ടത്? പിണറായി വിജയനോ? പിണറായി വിജയൻ നിർമ്മിച്ച് പിണറായി വിജയൻ വിതരണം ഏറ്റെടുത്ത സിനിമയൊന്നുമല്ല 51 വെട്ട്. അതിവിടെ പ്രദർശിപ്പിച്ചല്ലോ. പിന്നെ ലെഫ്റ്റ് ഇവിടെ 50 ദിവസം പിന്നിട്ടല്ലോ. ആരാ എതിർക്കാൻ പോയത്? വിയോജിപ്പുണ്ടായി കാണും. ആരാ അത് വെട്ടണമെന്ന് പറഞ്ഞു? അതിൻ്റെ സെൻസറിങ് ഏർപ്പെടുത്തുന്ന നിർബന്ധം പിടിച്ചോ? അത് പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ കത്തിക്കൊന്ന് വാശി പിടിച്ചോ? അതിന് നിർമ്മിച്ച ആൾക്കാരുടെ വീട്ടിൽ ഇവിടുത്തെ വിജിലൻസ് എന്തെങ്കിലും അന്വേഷണമായിട്ട് പോയോ? ഒന്നും പോയില്ലല്ലോ. ഇവിടെ നടന്നു. അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. അവർക്ക് ആ കാര്യത്തിലുള്ള വിയോജിപ്പ് ഏതെങ്കിലും കോണുകളിൽ നിന്ന് വന്നു കാണും. അല്ലാതെ ഇതിവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, റിലീസ് ചെയ്യാൻ കഴിയില്ല സാഹചര്യം ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടെന്ന്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രദർശനത്തെ തടയുന്നവരെന്നല്ല, എടുത്തിട്ടേ ഇല്ല ആ സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ പിണറായി വിജയനാണത് റിലീസ് ചെയ്യേണ്ടതെന്ന ഒരു മണ്ടത്തരം അദ്ദേഹം പറയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും തോന്നുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രതികരണങ്ങളെ എടുത്ത് ഇവിടെ ഡിസക്റ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷി എന്തുമാത്രമാണ് എന്ന് സ്വയം തെളിയിക്കുന്നു. സിനിമയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ ഇന്നലത്തെ ചില ഭാവങ്ങൾ കണ്ടോ? ഈ കൈ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരചന്ദ്രനിലെ ചില ജസ്റ്റേഴ്സാണ്. അദ്ദേഹം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ അത് ബ്രിട്ടാസ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് ചില പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുള്ള ഘട്ടത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെന്ന് ഞാൻ പറയും.